നമസ്കാരം. മോഹൻലാൽ നായകനായ ആറാട്ട് എന്ന ചിത്രത്തിന്റെ റിവ്യൂ പറഞ്ഞ ശ്രദ്ധേയനായ വ്യക്തിയാണ് സന്തോഷ് വർക്കി. സോഷ്യൽ മീഡിയയിൽ ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കി അറിയപ്പെടുന്നത്. മോഹൻലാൽ ആറാടുകയാണ് എന്ന ഡയലോഗിലൂടെയാണ് സന്തോഷ് വർക്കി വൈറലായി മാറിയത്. അടുത്തിടെ നടി നിത്യ മേനോനോട് തനിക്ക് പ്രണയമാണെന്ന് പറഞ്ഞ സന്തോഷ് പുലിവാൽ പിടിച്ചിരുന്നു. നിത്യ മേനോനെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും പരസ്യമായി പറഞ്ഞ വിവാദങ്ങളിലും ട്രോളുകളിലും സന്തോഷ് വർക്കി നിറഞ്ഞു നിന്നിരുന്നു. സോഷ്യൽ മീഡിയയിൽ വൈറലായ വീഡിയോ കാരണം സന്തോഷ് സെലിബ്രിറ്റിയാവുകയും ചെയ്തു. പിന്നീട് പല സിനിമകളുടെ റിവ്യൂ പറഞ്ഞെങ്കിലും ഒടുവിൽ വിവാദ നായകനായി. നടി നിത്യ മേനോനെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം പറഞ്ഞ് നിരന്തരം വിളിച്ചിരുന്ന ആളാണ് സന്തോഷ് വർക്കി എന്ന് നടി വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ മറ്റു ചില നടിമാരെയും വിളിച്ച് ശല്യം ചെയ്തുവെന്ന് ഇയാൾക്കെതിരെ ആരോപണം വന്നു. ഇപ്പോഴിതാ നടി ഐശ്വര്യലക്ഷ്മിയെ കുറിച്ച് പറഞ്ഞാണ് സന്തോഷ് വീണ്ടും വാർത്തകൾ നിറയുന്നത്. ആറാട്ട് സിനിമയെക്കുറിച്ച് റിവ്യൂ പറഞ്ഞത് മുതലാണ് സന്തോഷ് വർക്കി ആറാട്ടണ്ണൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം സിനിമയുടെ റിലീസ് ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയും റിവ്യൂ പറയുകയും ചെയ്യും. ഇടയ്ക്ക് സിനിമകളെ പറ്റി മോശം അഭിപ്രായം പങ്കുവച്ചതിന് ആളുകൾക്കിടയിൽ നിന്നും മർദ്ദനമേൽക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ നടി ഐശ്വര്യലക്ഷ്മിയുമായി ലിപ് ലോക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാണ് സന്തോഷ് വിവാദത്തിലായിരിക്കുന്നത്. വീഡിയോ വൈറലായതിന് പിന്നാലെ ഇദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നത്. ഐശ്വര്യലക്ഷ്മി വളരെ ഹോട്ടാണ്, മായാനദിയിലൊക്കെയുണ്ട്, ഇന്റിമേറ്റ് സീൻ ചെയ്യാൻ അവർക്കൊരു മടിയുമില്ല, അവരുമായി ഒരു സിനിമയിൽ ലിപ് ലോക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ജീവിതത്തിലല്ല സിനിമയിൽ അവരുമായി ലിപ് ലോക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുമാണ് സന്തോഷ് പറഞ്ഞിരിക്കുന്നത്. നിനക്ക് ക്രഷ് ഇല്ലാത്ത ഏതെങ്കിലും നടിയുണ്ടോ? ഇങ്ങനെയാണെങ്കിൽ നീ അടികൊണ്ട് ചാവും, സിനിമയിലല്ല ജീവിതത്തിൽ. സാധാരണ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ്, അവർക്കൊരു ജീവിതം കൊടുക്കണമെന്ന് ഒക്കെയാണ് പറയാറുള്ളത്. ഇത്തവണ അണ്ണൻ ഡയലോഗ് മാറ്റിപ്പിടിച്ചതാണ് എന്നിങ്ങനെ പോവുകയാണ് കമന്റുകൾ. അതേസമയം ഇയാൾക്കെതിരെ കേസെടുക്കണമെന്നാണ് ചിലർ പറയുന്നത്. നിരന്തരമായ സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങളോടെ അപമാനിക്കുന്ന ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ വല്ല വകുപ്പുമുണ്ടോ എന്നും ചിലർ ചോദിക്കുന്നുണ്ട്. പല നടിമാരെയും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാണ് സന്തോഷ് രംഗത്ത് വരാറുള്ളത്. ആദ്യം നിത്യ മേനോൻ ആയിരുന്നെങ്കിൽ പിന്നീട് പല നടിമാരിലേക്ക് മാറി. ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരെ കുറിച്ചും ഇദ്ദേഹം സംസാരിച്ചിരുന്നു. ഇടയ്ക്ക് നടി മീനയുടെ ഭർത്താവ് മരിച്ചതോടെ അവരെയും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും ഇദ്ദേഹം പറഞ്ഞു. മീനയുടെ ഭർത്താവ് മരിച്ചതിനാൽ അവർക്കൊരു ജീവിതം കൊടുക്കാൻ താൻ തയ്യാറാണെന്നും നടിക്കൊരു മകളുണ്ട് എന്നത് പ്രശ്നമല്ലെന്നും സന്തോഷ് പറഞ്ഞിരുന്നു. ഇതൊക്കെ പുതിയ വിവാദങ്ങൾക്കാണ് വഴിയൊരുക്കിയിരുന്നത്.